ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, വെരാവൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. വെരാവൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ദ്വാരക ഓഖയിലേക്കാണ് പോകുന്നത്. സോംനാഥ് ഓഖ എക്സ്പ്രസ് അഥവാ വെരാവൽ ഓഖ എക്സ്പ്രസ്സിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ വൈറസ് മൈ ട്രെയിൻ പ്രകാരവും NTS പ്രകാരമൊക്കെ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. ഇതാണ് വെരാവൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പുറത്തോട്ടൊരു പഴയ സ്റ്റേഷൻ കെട്ടിടമായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞിട്ട് കംപ്ലീറ്റ്ലി പുതിയൊരു കെട്ടിടം അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ കോർണറിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് സ്റ്റേഷനോട്ടുള്ള എൻട്രൻസ്. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. നമ്മുടെ വണ്ടി വന്നിട്ടില്ല, 11:05 ഇവിടുന്ന് പോവുള്ളൂ. ഇപ്പോൾ സമയം 9:56 ആയതേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ രാത്രി ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചാൽ നേരത്തെ അങ്ങ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്താണ്. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. പകൽ വെളിച്ചത്തിൽ എനിക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല, അതിൽ ഭയങ്കര ദുഃഖമുണ്ട്. കാര്യം ഇവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഓട്ടോക്കാർ നമ്മളങ്ങ് പൊതിയും. പിന്നെ ഇവിടെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിലേക്ക് ട്രെയിൻ വരുന്ന സമയത്ത് ഒരു ഓട്ടോക്കാർ സമ്മതിക്കില്ല. നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. ഒരു ഓട്ടോ പുറത്ത് നിർത്തുകയാണോ അവർ വരാൻ. ഇതാണ് സ്റ്റേഷൻ. നല്ല തിരക്കുണ്ട്. എനിക്കൊന്ന് തിരക്ക് മൊത്തം നമ്മുടെ വണ്ടികളാണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി സോംനാഥിൽ നിന്ന് കൊണ്ടുവരണം. സോംനാഥിലാണ് അത് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുവരണം. നല്ല തിരക്കാണ് പ്ലാറ്റ്ഫോം. വേണ്ടോ ഈ കിടക്കുന്നത് ഗാന്ധിനഗർ ക്യാപിറ്റൽ വെരാവൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് റേക്കാണ്. ഇതാ ചേർക്കാറും അതുള്ള റിസർവേഷൻ, ബാക്കിയൊക്കെ അൺറിസർവ്ഡ് കോച്ച്. നമ്മളെ ഒന്ന് റേക്കുള്ളിലോട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ റേക്ക് തന്നെ DG4 കൊണ്ടുവരുന്നത് 70491. ബാക്കിൽ P7 ഉണ്ട്. ഭഗത് കി കുട്ടിയുടെ ലോക്കമാണ്. ഇതാണ് നമ്മുടെ വണ്ടി, മുംബൈ സെൻട്രൽ ഓഖ സോംനാഥ്. നമ്മുടെ സോംനാഥ് ഓഖ എക്സ്പ്രസ് ആണിത്. ഇത് അവിടുന്ന് സൗരാഷ്ട്ര മെയിലായിട്ട് ഓഖയിൽ നിന്ന് മുംബൈയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ റേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. എൻ്റെ ശരിക്കും ടിക്കറ്റ് AC എക്കണോമിയിലായിരുന്നു, M1-ലായിരുന്നു എൻ്റെ ടിക്കറ്റ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ നമ്മുടെ മൈസൂർ എക്സ്പ്രസ് യാത്ര പോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് അപ്ഗ്രേഡായി. അപ്പോൾ അങ്ങനെ M1-ൽ നിന്നും B4-ലേക്ക് ഞാൻ മാറി. അപ്പോൾ AC എക്കണോമിയിൽ നിന്നും AC 3 tier-ലേക്ക് മാറി. എന്തോ ഭാഗ്യം, എനിക്ക് ഇവിടെയും സൈഡ് ലോവറായിരുന്നു, അത് കഴിഞ്ഞിട്ട് കിട്ടിയ സൈഡ് ലോവറായിരുന്നു. സൈഡ് ലോവർ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ലോവർ വേണം. എന്തായാലും അപ്പലോട്ട് കയറാൻ. പക്ഷേ നമുക്കെന്നാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. പിന്നെ 2 എക്കണോമി കോച്ച്, 4 3 tier കോച്ച്, 2 2 tier-ഉം ഒരു ഫുൾ ഫസ്റ്റ് AC ഉണ്ട്. Veeraval Okha Express via Junagadh, Rajkot, Jamnagar will leave from platform number 1 at the scheduled departure time of 23 hours 5 minutes. 23 hours 5 minutes പുറപ്പെടും. ഇതാണ് നമ്മുടെ കോച്ച് 204103C. സീറ്റ് നമ്പർ 39 എൻ്റെ. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിൻഡോ ആണ്, സൈഡ് ലോവറാണ്. നമുക്കെന്നാൽ പതുക്കെ വണ്ടിയിലോട്ട് കയറിയേക്കാം. ഞാൻ കഴിയുന്നത്ര സ്റ്റേഷൻസ് രാത്രി കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഈ റൂട്ട് കുറച്ച് യുണീക്കാണ്. നമ്മൾ വെരാവലിൽ നിന്ന് പുറപ്പെട്ട് ജുനാഗഡ്, ജെത്തൽസർ അങ്ങനെ പോയിട്ട് രാജ്കോട്ടിലും, രാജ്കോട്ടിൽ നിന്ന് റിവേഴ്സൽ ചെയ്തിട്ട് ജാംനഗർ, ഹാപ്പ, ദ്വാരക വഴിയാണ് രാവിലെ ഓഖയിലെത്തുക. അപ്പോൾ നല്ലൊരു റൂട്ടാണിത്. ഫുൾ ഡിസ്റ്റൻസ് നമ്മൾ ഗുജറാത്തിൽ കൂടെ തന്നെയാണ്. ആക്ച്വലി വെരാവലിൽ നിന്ന് ഓഖയിലേക്ക് ശരിക്കും തീരദേശ പാത ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ പകുതി ദൂരമാവുള്ളൂ. അപ്പോൾ ദൂരം കൂടുതലാണ് ഈ വണ്ടിക്ക്. മാപ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്നാൽ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ലഗേജൊക്കെ ഉള്ളിൽ കയറ്റി വെച്ച് സെറ്റിലാവാം. പുറപ്പെടാൻ ഇനി സമയമുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയി ലോക്കം നോക്കാം. ഇതാണ് നമ്മുടെ കോച്ചിന് ഇൻറ്റീരിയേഴ്സ്. മുംബൈ ഡിവിഷൻ്റെ വണ്ടിയാണിത്. മുംബൈ സെൻട്രൽ ബേസ് വണ്ടിയാണ്. മുംബൈ സെൻട്രലിൽ നിന്ന് ഓഖയിലേക്ക് സൗരാഷ്ട്ര മെയിലായിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് ഓഖ വെരാവൽ എക്സ്പ്രസ് ആയിട്ട് വരും. തിരിച്ചങ്ങനെ തന്നെ പോകും. നമുക്കത് ഇവിടുത്തെ സൈഡ് ലോവറാണ്, ഈ സൈഡ് ലോവറാണ് നമ്മുടെ. എന്നപ്പോൾ അതൊക്കെ സെറ്റിലാവാം. ലോക്കോ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് വെച്ചാൽ ഫ്രണ്ടിലൂടെ നടന്നു തുടങ്ങിയതാണ്. പക്ഷേ ലോക്കോ പ്ലാറ്റ്ഫോമും കഴിഞ്ഞ് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുക. അപ്പോൾ നമുക്ക് ലോക്കോ നാളെ നമുക്ക് ഓഖയിലെത്തിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെരാവലിനോട് യാത്ര പറയുകയാണ്. ഇന്നത്തോടുകൂടി വെരാവലിനോട് യാത്ര പറയുന്നത്. നമ്മൾ ഇന്നലെ വെരാവലിലെത്തിയതായിരുന്നു. ഇന്നലെ എപ്പോഴായിരുന്നു? ഇന്നലെ വൈകുന്നേരം വെരാവലിലെത്തിയതായിരുന്നു. അപ്പോൾ വെരാവലിനോട് നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഇപ്പോൾ ഓഖയിലേക്ക് പോവാണ്.
നാളെ ഫുൾ ഡേ ഓഖയിലുണ്ട് ഞാൻ. ഓഖ ദ്വാരകയൊക്കെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ദ്വാരകയൊക്കെ പോയി വന്നിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക, രാത്രി ഓഖയിൽ റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാൾ രാവിലെ നമ്മൾ ഓഖയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ പോർബന്ദറിലൊക്കെ പോകണം ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ട്രെയിനിൻ്റെ ടൈമിങ്സ് എല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോർബന്ദർ ഇപ്രാവശ്യം ഡ്രോപ്പ് ചെയ്തു. നമുക്കിനി ഒരിക്കൽ നമ്മുടെ കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്സിന് പറ്റുന്ന സമയത്ത് നമുക്ക് വരാം. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ കോച്ചിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ മറ്റേ സൈഡ്, പ്ലാറ്റ്ഫോം 2ഉം 3ഉം. നമ്മൾ വരാവലിലേക്ക് വന്നപ്പോൾ പ്ലാറ്റ്ഫോം 3യിലാണ് വന്നത്. ഇന്ന് രാവിലെ നമ്മൾ രാജ്കോട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 2ൽ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റർ ഗേജ് വന്നപ്പോൾ പ്ലാറ്റ്ഫോം 4ലാണ് വന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 1ൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ വരാവലിലുള്ള ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇന്ന് ഈ ട്രിപ്പിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നതാണ് ഗാന്ധിനഗർ ക്യാപിറ്റൽ വരാവൽ ഇൻ്റർസിറ്റി. ആ യാർഡിൽ കിടക്കുന്ന റേക്കിലെ ബാൻഡ ടെർമിനസ് വരാവൽ ബനാറസ് എന്നാണ് ഇതുള്ളത്, മാർക്കിംഗ് ഉള്ളത്. അപ്പോൾ നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല കേട്ടോ, നമ്മളിപ്പോഴും വെയിറ്റിംഗ് ആണ്. സമയമായിട്ടില്ല, 15:05 നമ്മൾ പോകുള്ളൂ. ഇപ്പോൾ സമയമാകെ 10:54 ആയതേ ഉള്ളൂ. നമുക്കിനി പുറപ്പെടാൻ സമയമുണ്ട്. ഇത് നമ്മുടെ കോച്ച് കേട്ടോ, 204103C ആണ് നമ്മുടെ കോച്ച്. ഇൻഡസ് പ്ലേറ്റ് ഒന്നും കാണാനില്ല. ഇല്ല, കുഴപ്പമില്ലാത്ത മെയിൻ്റനൻസ് ആണ്, അത്രേ ഉള്ളൂ. അടിപൊളി മെയിൻ്റനൻസ് ഒന്നുമല്ല. ഇനിയും പുറപ്പെടാൻ ഞാൻ പറഞ്ഞ സമയമുണ്ട്. ആൾക്കാരൊക്കെ മിക്കവാറൊക്കെ കയറി, അകത്ത് മിക്കവാറും എല്ലാവരും വിൻഡോ അടച്ച് ഉറങ്ങിക്കഴിഞ്ഞു. ബർത്ത് ഒക്കെ തുറന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തോ കിടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ടി വന്നിട്ട് എല്ലാത്തിനും തട്ടി ഉണർത്തേണ്ടി വരും. നമുക്കിനിപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ രാജ്കോട്ട് വരാവൽ പാസഞ്ചർ വരാണ്ട്, അവൻ വന്നാലേ നമുക്ക് ലൈൻ ക്ലിയറൻസ് കിട്ടുള്ളൂ. അവനിപ്പോൾ എത്താറായിട്ടുണ്ട്. ഈ വണ്ടി ഇവിടെ വരാവലിനുള്ള ലാസ്റ്റ് ഡിപ്പാർച്ചറായിട്ട് ഇന്നത്തെ ലാസ്റ്റ് ഡിപ്പാർച്ചറാണ്. ഇതിന് സ്റ്റേഷൻ ഉറങ്ങും. ഇനി നാളെ രാവിലെ ഫസ്റ്റ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് രാജ്കോട്ട് പാസഞ്ചറാണ്. നമ്മൾ ഇന്ന് രാവിലെ പോയ രാജ്കോട്ട് പാസഞ്ചറാണ് നാളത്തെ ഫസ്റ്റ് ഡിപ്പാർച്ചർ. അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് നമ്മുടെ രാജ്കോട്ട് വരാവൽ പാസഞ്ചർ കയറി വരുന്നുണ്ട്. അവനൊന്ന് കണ്ടേക്കാം. ബാബ് 7 ആയിരിക്കും ലോപ്പം. അപ്പോൾ അങ്ങനെ ഫൈനലി ഇന്നത്തെ രാജ്കോട്ട് വരാവൽ പാസഞ്ചർ കയറി. ഇന്ന് വാബ് 5 ആണ് ലോപ്പോ. നമ്മളിന്ന് രാവിലെ പോയപ്പോൾ വാബ് 7 ആയിരുന്നു. 30067 വഡോദര ഷെഡിൻ്റെ രാജ്കോട്ട് സോംനാഥ് പാസഞ്ചർ. സോംനാഥ് പോകുന്നില്ല, വരാവല വരെ വിടുന്നുള്ളൂ. അപ്പോൾ അവൻ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലൈന് ക്ലിയറായി. ഇനിയിപ്പോൾ നമുക്ക് 15 കൃത്യമായിട്ട് എടുത്ത് പോകാൻ പറ്റും. സമയം ഇപ്പോൾ 11:03. നമ്മൾ പുറപ്പെടാൻ 2 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ടറായിട്ടില്ല ഇതുവരെ. ഇവിടെ വൈകുന്നേരം ചെറിയൊരു മഴ നനച്ചു പോയി അത്രേ ഉള്ളൂ. നല്ല തണുപ്പാണ് ഇവിടെ, അടിപൊളി തണുപ്പ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട് വരുന്നതുകൊണ്ട് തണുക്കുന്നു ഇവിടെ നിന്നിട്ട്. വണ്ടി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഞാൻ കയറി കിടക്കാൻ പോവാണ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ജുനാഗഡ്, രാജ്കോട്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം കാണിച്ചു പോകുന്നതിന് വിചാരിക്കുന്നത്. സമയം 11:05. അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയായിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ടർ മഞ്ഞയായി. അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ എടുക്കും. അപ്പോൾ നമുക്കെന്നാൽ വരാവലിനോട് വിട പറയാം. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ ഒരു 1.5 ദിവസം സ്പെൻഡ് ചെയ്തത്. നല്ല സ്ഥലമായിരുന്നു. അതായത് ഫുഡും അടിപൊളിയായിരുന്നു. രാത്രി ഗുജറാത്തി ഥാലി കഴിച്ച് സൂപ്പർ ഫുഡായിരുന്നു. താമസിച്ച ഹോട്ടൽ നല്ല സിറ്റി ടവർ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു താമസിച്ചത്. നല്ല ഹോട്ടലായിരുന്നു. വരാവലിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഗോവ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഓർക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരാവലിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ജുനാഗഡിലേക്ക് എത്തുകയാണ്. ജുനാഗഡ് ഞാൻ കിടന്നായിരുന്നു, പക്ഷെ ഉറങ്ങിയില്ല. അതുകൊണ്ട് നമുക്ക് ജുനാഗഡും കൂടി ക്യാപ്ചർ ചെയ്തിട്ട് കിടന്നേക്കാന്ന് വെച്ചു. ജുനാഗഡ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ 2 മീറ്റർ ഗേജ് റേക്ക് ഇപ്പോൾ കിടക്കുന്നുണ്ടാവണം. രണ്ടോ മൂന്നോ റേക്ക് ഉണ്ടാവണം.
രണ്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് ഒരെണ്ണം കിടക്കുന്നുണ്ടാവണം. കാര്യം ഇത് രാവിലെ 6:15 പോകുന്ന വരാവൽ, പിന്നെ ഞാൻ അപ്പുറത്ത് 8 മണിക്ക് പോകുന്ന വരാവലുണ്ടാവണം. ഈ ട്രെയിനിൻ്റെ നല്ലൊരു ശതമാനം ലോഡ് ഇവിടുന്ന് കയറാമെന്ന് കുറച്ച് നേരത്തെ ടി ടി പറയണ്ടായിരുന്നു. പുറത്തൊരു സർദാർ പട്ടേൽ ദ്വാർ എന്ന് പറഞ്ഞ ദ്വാറുണ്ട്. ഞാൻ ഫോട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടത്. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. പറഞ്ഞ തന്നെ 2 റേക്കുണ്ട് അവിടെ. അതിനപ്പുറത്തുള്ള അതിന് അതിലും റേക്കുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ജുനാഗഡ് സ്റ്റേഷൻ. സമയം 12:21. നമ്മൾ വീഡിയോ എടുക്കുന്നതിനോട് ടി ടിക്ക് വലിയ താല്പര്യമില്ല. വീഡിയോഗ്രാഫി ബാൻഡാണെന്ന് പറഞ്ഞ പുള്ളി വന്നു. വെറുതെ വഴക്കുണ്ടാക്കാൻ സീനില്ലാത്തതുകൊണ്ട് ഞാനും തിരിച്ച് എൻ്റെ സീറ്റിലേക്ക് വന്നു. നമ്മൾ ജുനാഗഡിൽ നിന്ന് പുറപ്പെടുകയെന്ന് തോന്നുന്നു. അതെ, പുറപ്പെട്ടു. പന്ത്രണ്ട് 25. ഇതിപ്പോൾ ഞാൻ കിടക്കാൻ പോകണേ. ഇനി മിക്കവാറും രാജ്കോട്ടത്ത് ഉണരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ നേരം എടുക്കുന്ന സ്ഥലം മുഴുവൻ കവർ ചെയ്യാം. ഇത് റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറിയാണ് എൻ്റെ അറിവിൽ. ജാംനഗർ സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ കനാലൂസ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈസാണ്. കുറേ നേരമായിട്ട് എൻ്റെ സൈഡിൽ കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കാൻ വേണ്ടി. വെറുതെ അല്ല ലാർജസ്റ്റ് റിഫൈനറി ആയത്. മൈക്ക് എടുത്തിട്ടില്ല, മൈക്ക് ബാഗിനകത്ത് ഇരിക്കുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ അത് തപ്പിയെടുത്ത് പുറത്തെടുക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം മൈക്ക് ഇല്ലാണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് വിന്നോയ്സ് ഉണ്ടാവും, എല്ലാവരും സഹകരിക്കുക. നമ്മളിപ്പോൾ ദ്വാരകയ്ക്ക് തൊട്ട് മുമ്പിൻ്റെ സ്റ്റേഷനായ ഭാട്ടിയ കടന്നു. ദ്വാരകയിലേക്ക് എത്താൻ പോകുന്നു. നമ്മുടെ ട്രെയിൻ രാജ്കോട്ടിൽ റിവേഴ്സ് ചെയ്തായിരുന്നു കേട്ടോ. റിവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഡയറക്ഷൻ മാറിയായിരുന്നു. ഇവിടെയൊക്കെ സോൾട്ട് പാൻ ലൈൻസ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നമ്മൾ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് മൈക്ക് വെച്ചെടുക്കുന്നതുകൊണ്ട് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല വിറ്റ്നസ്
അപ്പോൾ എനിക്ക് സാമ്പാറിലേക്ക് പോയത് ഓർമ്മ വരുന്നു. ഇപ്പോൾ ഏതോ ഒരു സ്റ്റേഷൻ അടുത്ത് ദ്വാരകയാണെന്ന് തോന്നുന്നു. ദ്വാരക സ്റ്റേഷനിൽ ഈ ട്രെയിൻ ഏറെക്കുറെ കാലിയാവും. എൻ്റെ കോച്ചും ഏകദേശം മുഴുവൻ തന്നെ കാലിയാണെന്ന് തോന്നുന്നു. യെസ്, ഗ്രൂപ്പിൽ കയറി ദ്വാരക തന്നെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഒത്തിരി പേര് ഇറങ്ങാനുണ്ട്. ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പ്ലാറ്റ്ഫോം കാണിച്ചു തരാം. ശ്രീകൃഷ്ണൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണെന്നാണ് ദ്വാരക അറിയപ്പെടുന്നത്. അപ്പോൾ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, ദ്വാരകാധീഷ് മന്ദിരമുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇവിടെ ദ്വാരകാധീഷ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദ്വാരകാധീഷ് മന്ദിരത്തോട്ട് പോകാനുള്ള തിരക്കാണ് ഇവിടെ ഇറങ്ങുന്നത്. മൊത്തം ഒരു ചെറിയ പട്ടണമാണ്. ശരിക്കുള്ള ശ്രീകൃഷ്ണൻ്റെ തലസ്ഥാനമായ ദ്വാരക ശരിക്കും കടലിനടിയിലാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആർക്കിയോളജിക്കാർ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. കടലിനടിയിൽ ഒരു ഫുൾ നഗരം തന്നെ അവർ കണ്ടുപിടിച്ചിരുന്നു. ആ നഗരം നമ്മുടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുകയും അത് വലിയൊരു വാർത്തയാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരക്കാട്ടോ ഈ കാണുന്ന മൊത്തം. വണ്ടി ഏറെക്കുറെ ഇവിടെ കാര്യമായിട്ടുണ്ട്. സ്റ്റാർട്ട് ട്രെയിൻ നമ്മളിപ്പോൾ ഇപ്പോൾ എടുക്കും. ഞാനും ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ വരും, ദ്വാരകയിലോട്ട് വരും. നമ്മൾ എന്താ പറയുക, റൂം എടുക്കുന്ന ഓക്കയിലായതുകൊണ്ട് ഞാൻ ഓക്കയിലോട്ട് പോവാം. ഓക്കയിലോട്ട് ദ്വാരക വന്ന് പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ ദ്വാരകയിൽ നിന്ന് അങ്ങനെ ഓക്കയിലോട്ട് നമ്മുടെ യാത്ര തുടരുകയായി. നല്ല തിരക്കിറങ്ങി. ആ തിരക്ക് മിക്കവരൊക്കെ ഡിസപ്പിയർ ആയി കഴിഞ്ഞിട്ടോ പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ ഉണ്ട്. ഫ്രഷപ്പ് ആവാനൊക്കെ സൗകര്യം ഉണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. നല്ല ദ്വാരകയുടെ അമ്പലത്തിൻ്റെ ഡിസൈനാണ് തോന്നുന്നു സ്റ്റേഷൻ്റെ പുറത്ത്. ഇവിടെ റിട്ടയറിംഗ് റൂംസ് ഉണ്ട്. നമ എൻ്റർപ്രൈസസ് നടത്തുന്ന. ദ്വാരകയിൽ റിട്ടയറിംഗ് റൂമുണ്ട്, ഓക്കയിൽ റിട്ടയറിംഗ് റൂമില്ല. ദ്വാരകയിൽ നിന്ന് വിട്ട് ഓക്കയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ കാണുന്നതെന്ന് തോന്നുന്നു ഓഖ ദ്വാരക ഹൈവേ. ഈ ദ്വാരക അപ്പുറത്ത് ബേട്ട് ദ്വാരക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയും ഈ ശ്രീകൃഷ്ണനോടനുബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും ഹിസ്റ്ററി എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ കോച്ചിൽ ഞാനും വേറൊരു യാത്രക്കാരനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ
ഈ 72 പേരുള്ള ഈ കോച്ചിൽ 72 പേരുള്ള AC 3 ടയർ കോച്ചിൽ ആകെ 2 യാത്രക്കാരെ ബാക്കിയുള്ളൂ. 70 പേര് ഇവിടെ ഇറങ്ങി. അതും രസം എന്താ വെച്ചാൽ ആരും ഓക്ക ഹാപ്പ് ഒന്നും ഇറങ്ങിയില്ല. കാരണം ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണർന്നേനെ. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇതായിട്ടൊന്ന് ഉണർന്നപ്പോൾ വണ്ടി അപ്പോൾ ജസ്റ്റ് ജാംനഗർ വിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ റിഫൈനറിയുടെ വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് രാജ്കോട്ട് ഇതെപ്പോഴും ഉണർന്നപ്പോൾ ഞാൻ ഒരു ശരി ഒരു 5 മിനിറ്റ് കൂടെ കിടന്നിട്ട് എൻ്റെ പുറത്തിറങ്ങി കാണിക്കാമെന്നൊക്കെ വെച്ച് അത് ഞാനങ്ങ് പിന്നെ ഉറങ്ങിയങ്ങ് പോയി. രാജ്കോട്ടിൽ നമുക്ക് റിവേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനിപ്പോൾ ഓഖ പോയിട്ട് ഹാപ്പയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ വഴിയാണ് യാത്ര ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിന് വരാം നമുക്ക്. ഇതിൻ്റെ പെട്രോൾ സ്റ്റാഫിന് ഒട്ടും റെസ്റ്റ് ഇല്ല. കാര്യം വണ്ടി എത്തിയോണം 11:30 ഇത് സൗരാഷ്ട്ര മേലായിട്ട് തിരിച്ചു പുറപ്പെടും. അപ്പോൾ അതുകൊണ്ട് AC കോച്ചിൻ്റെ മറ്റേ ലീനേറ്ററിന് ഓടി കിടന്ന് ഇപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ റിമൂവ് ചെയ്യുക, ബ്ലാങ്കറ്റൊക്കെ മടക്കി വയ്ക്കുക, പില്ലോ കവർ മാറ്റി വയ്ക്കണം. അടുത്ത സ്റ്റോപ്പ് മിഠാപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താണ്. ഹോൾട്ട് സ്റ്റേഷനാണ് തോന്നുന്നത്. ടാറ്റ കെമിക്കൽസ് മീഠാപൂർ. ടാറ്റ കെമിക്കൽസിന് ഇവിടെ ഫാക്ടറി ഉണ്ട്. മിഠാപൂർ എന്ന് വെച്ചത് മിഠാപൂരല്ല, മീഠാപൂറാണ്. ഷുഗർ പ്രോസസ്സിങ് ആവാൻ സാധ്യതയില്ല, ഉപ്പാവാൻ സാധ്യത ഇവിടെ. പിന്നെ മീറ്റ് എന്ന ചില ഭാഷകൾ പറയാറുണ്ട്. കോമഡി എന്നത് സമയം 7:31 ആയതേ ഉള്ളൂ. നമുക്കിവിടുന്ന് 7:45 നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ ഇവിടെ കിടക്കാം കുറച്ച് നേരം. ഏഴ് 32. പറ്റണി ഇപ്പോൾ ലോക്കോ ആണെന്ന് വെച്ചാൽ ലോക്കോ പ്ലാറ്റ്ഫോമൊക്കെ കഴിഞ്ഞാൽ ദൂരെ പോയി നിൽക്കുക. വേണ്ട. അങ്ങനെ മീഠാപൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. തൊട്ടപ്പുറത്ത് ടാറ്റ കെമിക്കൽസിൻ്റെ ഒരു ഫാക്ടറിയാണുള്ളത്. ടാറ്റ കെമിക്കൽസിൻ്റെ യൂണിറ്റാണ്. പിന്നെ അതിനോട് റിലേറ്റഡ് ആണെന്ന് തോന്നി ഈ മീഠാപൂർ എന്നുള്ള പേര് വന്നത്. ഞാൻ പറഞ്ഞ പോലെ മീറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് ചില ഭാഷകളിൽ. ഗുജറാത്തിയിലെ മീറ്റ് ഉപ്പാണോ എന്ന് എനിക്കറിയില്ല. മറാഠിയിലെ മീറ്റ് ഉപ്പാണ്. മീറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. അപ്പോൾ അതായിരിക്കാം. ഇപ്പം എൻ്റെ കോച്ചിൽ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. മറ്റേ ആൾ മീഠാപൂരിൽ ഇറങ്ങി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കോച്ചിൽ. ഈ ട്രെയിനിൻ്റെ മൊത്തം അവസ്ഥ ഏകദേശം അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്.
കാര്യം ദ്വാരകയിൽ ഇറങ്ങി അത്ര ആൾക്കാർ ദ്വാരകയിൽ ഇറങ്ങിയത്. അപ്പോൾ ഫോക്സ് നമ്മളങ്ങനെ വെരാവലിൽ നിന്നും ഓഖയിലേക്കുള്ള യാത്രയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്കിനി ഓഖയിലേക്ക് എത്താൻ. എനിക്കൊന്ന് കഷ്ടിച്ചൊരു 10 മിനിറ്റിനും കൂടി റണ്ണ് ബാക്കിയുണ്ടാവും ഓഖയിലേക്ക്. നമ്മൾ ഓഖ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട്, കാര്യം ഇവിടെ ദ്വാരക അമ്പലം ഉച്ചയ്ക്ക് അടച്ചിടും. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെയാണ്, ഉച്ചയ്ക്ക് അടച്ചിടും. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ദ്വാരകയിലേക്ക് പോകാൻ പറ്റും. തീർച്ചയായിട്ടും ദ്വാരകാധീശ്വരൻ്റെ നിന്ന് പോകും. നാളെ രാവിലത്തെ ഓഖ എറണാകുളം എക്സ്പ്രസ്സിനാണ് നമ്മുടെ തിരിച്ചുള്ള മടക്കയാത്ര. അപ്പോൾ അതൊരു യുണീക്ക് വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ഓഖ എറണാകുളം എക്സ്പ്രസ്സിന് ഓഖ എന്നുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങളുടെ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നമ്മൾ കണ്ട് സഹകരിക്കണം. സൂര്യൻ കറക്റ്റ് ലെൻസിലേക്കാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഒരു ഈ പാലമില്ല, മറ്റേ സസ്പെൻഷൻ ബ്രിഡ്ജ്, അത് ബേട്ട് ദ്വാരകയിലേക്ക് പോകുന്ന പാലമാണത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കണ്ട സ്ഥിതിക്കതിനകത്ത് നമ്മൾ ഓഖ ടൗണിലേക്ക് അടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പാലം കടന്നു വേണം നമുക്ക് ബേട്ട് ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. നമ്മളങ്ങനെ ഓഖയിലേക്ക് കയറിയായി. നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. 7:53 ആയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്. ഇതൊന്നും വല്ല സൈഡിങ് വല്ലതും ആയിരിക്കും അത്. 15 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ. അതാണ് ഇപ്പോൾ അതൊക്കെ പോകുന്നത് നമ്മൾ. അതുകൊണ്ട് ഈ ലൈൻ എനിക്കൊന്നും വല്ല സൈഡിങ് വല്ലതും ആയിരിക്കും. ഫിഷിംഗ് ഹാർബറിലോട്ടോ വല്ലതും പോകുന്നതായിരിക്കും. ഇവിടെ വലിയ ഹാർബറുണ്ട്. സൈഡിങ് ആണ്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെയായിട്ടാണ് ഓഖ ബസ് സ്റ്റാൻഡ്. കൺസ്ട്രക്ഷൻ നടക്കുക, റിനോവേഷൻ നടക്കുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ. ഞാനിതിനടുത്തായിട്ട് എവിടെയോ ഒരു സ്ഥലത്താണ് ഞാൻ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം റൂം 12 മണിയുള്ള റൂമിൻ്റെ ചെക്ക് ഇൻ ടൈമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള അറിയില്ല. 8 മണിയായിട്ടേ ഉള്ളൂ. റൂമിൽ പോയി ചുമ്മാ ചോദിച്ചു നോക്കാം, റൂം തരുമോ ചേട്ടാ. അപ്പോൾ നമ്മളങ്ങനെ ഓഖ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നത് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അപ്പോൾ അങ്ങനെ ഓഖയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ സൈഡിൽ വഡോദരയുടെ 39194 ഓഖ ബാന്ദ്ര ടെർമിനസ് സ്പെഷ്യൽ ട്രെയിനാണ്. ഡെറാഡൂൺ ഓഖ ബാന്ദ്ര ടെർമിനസ് സ്പെഷ്യൽ ട്രെയിൻ ഇവിടെ നിൽക്കുന്നു. ആകെ 3 പ്ലാറ്റ്ഫോം വന്നൊന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ കാലി ട്രെയിനോട് വിട പറഞ്ഞിട്ട് ഇറങ്ങാം. ഒരു മനുഷ്യനില്ല. ബെഡ്ഷീറ്റൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ട്രിപ്പിന് ബ്ലാങ്കറ്റും പില്ലോ റെഡിയാക്കി വെച്ചു. AC ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ അങ്ങനെ 8:03 ആയപ്പോഴേക്കും ഞാൻ ലഗേജും എടുത്ത് ട്രെയിനിന് പുറത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ എക്സിറ്റ് വരെ നടന്നിട്ട് പുറത്തിറങ്ങാം. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണെന്ന് തോന്നുന്നു. 1 വഴി തന്നെ ഞാൻ തോന്നുന്നു ഇറങ്ങേണ്ടത്. ഞാനൊന്ന് ഷെൽട്ടേഡ് ഏരിയയിൽ എത്തിയിട്ടേ ഒന്ന് മാപ്പൊക്കെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഏത് ഡയറക്ഷനിൽ പോകേണ്ടതൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാം. എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. 12 മണിക്ക് റൂമിൻ്റെ ചെക്കിന്. അവിടെ പോയി ചോദിച്ചു നോക്കാൻ നേരത്തെ വരുമെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഹോട്ടലിൽ തന്നെ കുത്തിയിരിക്കും. ഇതാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്ന ലോക്കോ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് നടന്നാം. അപ്പോൾ ഞാൻ പോയി ലോക്കോ കണ്ടിട്ട് വന്നു. നമുക്കൊന്ന് സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഹോട്ടലിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കും. ഒരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ അത്. ടിക്കറ്റ് കൗണ്ടറുണ്ട്, വേറൊന്നുമില്ല ഇവിടെ. റിട്ടയറിംഗ് റൂമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഓഖ സ്റ്റേഷൻ. നമ്മുടെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡിലെ സ്റ്റേഷനാണെന്ന് ചില റെക്കോർഡുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എൻ്റെ അറിവില്ല. എൻ്റെ അറിവ് ദ്വാരക്കയാണ്. അറിയില്ല, നമുക്ക് തന്നെ നോക്കാതെ. അപ്പോൾ നിങ്ങൾ ഈ യാത്ര ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു പുതുപുത്തൻ വീഡിയോയിൽ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in a brand new video with new visuals. Until then, bye-bye.